മുഖ്യമന്ത്രിയെ നിർണയിക്കാനാവാതെ കോൺഗ്രസ് നേതൃത്വം പ്രതിസന്ധിയിൽ. പിടിവാശിയിൽ ഉറച്ച് കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും എം.എൽ.എമാരുമായും എം.പിമാരുമായും ചർച്ച നടത്തി നിരീക്ഷകർ. വി.ഡി. സതീശന് പിന്തുണയുമായി ഘടകകക്ഷികൾ. മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ലെന്ന ഭീഷണിയുമായി വി.ഡി. സതീശൻ. ഇതിഹാസ വിജയം നേടിയിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാകാതെ വിഷമിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കൾ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വടംവലികൾ ശക്തമാക്കുകയാണ്. മുന്നണിയെ ഒറ്റക്കെട്ടായി നയിച്ച് ഉജ്ജ്വല വിജയം നേടിത്തന്ന വ്യക്തിയെന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന വികാരമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഭൂരിപക്ഷത്തിനുള്ളത്. അതേസമയം ദേശീയ തലത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വലിയ പങ്കുവഹിച്ച എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആഗ്രഹമാണ് ദേശീയ നേതാക്കൾക്കുള്ളത്. കേരളത്തിൽ നിന്ന് വിജയിച്ച എം.എൽ.എമാരിൽ ഭൂരിഭാഗത്തിന്റെ പിന്തുണയും കെ.സി. വിഭാഗം അവകാശപ്പെടുന്നുണ്ട്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ അദ്ദേഹത്തിന് നിലവിലുള്ള എം.പി. സ്ഥാനം രാജിവെക്കേണ്ടി വരും. കൂടാതെ ജയിച്ച ഏതെങ്കിലും ഒരു കോൺഗ്രസ് എം.എൽ.എയെ രാജിവെപ്പിച്ച് അവിടെ നിന്നും മത്സരിച്ച് ജയിക്കേണ്ടതായും വരും. സീനിയോറിറ്റി പിടിവള്ളിയാക്കി മുഖ്യമന്ത്രി കസേര നീക്കമാണ് രമേശ് ചെന്നിത്തല നടത്തുന്നത്. മുതിർന്ന നേതാവെന്ന പരിഗണന ചെന്നിത്തലയ്ക്ക് നൽകണമെന്നാണ് എ.കെ. ആന്റണി പോലെയുള്ള തലമുതിർന്ന നേതാക്കൾക്കുള്ളത്. മൂന്ന് നേതാക്കളും കടുംപിടുത്തം തുടരുന്നതിനാലാണ് കോൺഗ്രസ് നിരീക്ഷകർ മുഖ്യമന്ത്രിയെ കണ്ടെത്താനായി കേരളത്തിലെത്തിയത്. എന്നിട്ടും വടംവലികൾ തുടരുക തന്നെയാണ്. എം.എൽ.എമാരെ നിരീക്ഷകർ കാണുന്നത് ഒറ്റയ്ക്ക് മാത്രമായിരിക്കണമെന്നും കെ.സി. വേണുഗോപാലുമായി അടുപ്പമുള്ള എ.ഐ.സി.സി. നേതാവ് ദീപാദാസ് മുൻഷി നിരീക്ഷകർക്കൊപ്പം ഉണ്ടാവരുതെന്നും വി.ഡി. സതീശൻ വിഭാഗം വാശി പിടിച്ചിരുന്നു. എന്നാൽ അതൊന്നും നിരീക്ഷകർ അംഗീകരിച്ചിരുന്നതേയില്ല. നിരീക്ഷകരുമൊത്തുള്ള ചർച്ചകളിൽ ദീപാദാസ് മുൻഷി പങ്കെടുക്കുകയും ചെയ്തു. മുകുൾ വാസ്നിക്കും അജയ് മാക്കനുമാണ് എ.ഐ.സി.സി. നിരീക്ഷകരായി കേരളത്തിലെത്തിയത്. ഷാഫി പറമ്പിൽ, ബെന്നി ബെഹന്നാൻ, കെ. സുധാകരൻ തുടങ്ങിയ നേതാക്കളാണ് കെ.സി. വേണുഗോപാലിന് വേണ്ടി അണിയറ നീക്കങ്ങൾ നടത്തുന്നത്. അതേസമയം യു.ഡി.എഫിൽ കരുത്തനാണെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് എം.എൽ.എമാരുടെ ഭൂരിപക്ഷ പിന്തുണ ആർജിക്കാൻ വി.ഡി. സതീശന് കഴിയുന്നില്ല എന്നത് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രി സ്ഥാനമെന്ന ആവശ്യത്തിലൂന്നി മൂവരും കടുത്ത നിലപാടുമായി നിലകൊണ്ടതിനാൽ വ്യക്തമായ തീരുമാനത്തിലെത്താൻ കോൺഗ്രസ് നിരീക്ഷകർക്ക് കഴിയാതെ പോയി. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ ചുമതലപ്പെടുത്തിയത്. നിയമസഭാ കക്ഷി യോഗത്തിൽ ഉയർന്ന തീരുമാനത്തെ വി.ഡി. സതീശൻ പിന്തുണയ്ക്കുകയും ചെയ്തു. മല്ലികാർജുൻ ഖാർഗെയെ അന്തിമ തീരുമാനമെടുക്കാൻ ഏൽപ്പിച്ചതോടെ നേതാക്കളുടെ അപദാനങ്ങളെ വാഴ്ത്തി ഫ്ലെക്സ് ബാനറുകളും സോഷ്യൽ മീഡിയ പ്രചരണങ്ങളും മൂന്ന് വിഭാഗങ്ങളും ഊർജിതമാക്കി. വിജയത്തിന് കാരണക്കാരനായി വി.ഡി. സതീശനെ മാത്രം വാഴ്ത്തുന്നത് ശരിയല്ലെന്നാണ് വേണുഗോപാൽ പക്ഷം വാദിക്കുന്നത്. എ.ഐ.സി.സിയും വേണുഗോപാലും മുൻകൈയെടുത്ത് നടപ്പാക്കിയ തന്ത്രങ്ങളാണ് കേരളത്തിൽ അട്ടിമറി വിജയത്തിന് കാരണമെന്നാണ് വേണുഗോപാൽ പക്ഷത്തിന്റെ വാദം. CPM വിട്ട വിമത നേതാക്കളെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിപ്പിക്കാനെടുത്ത തീരുമാനം വേണുഗോപാലിന്റേതായിരുന്നുവെന്നും അത് വിജയകരമായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. മണ്ഡലത്തിലെ അടിയൊഴുക്കുകൾ പഠിച്ച് എ.ഐ.സി.സി. നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികൾ അട്ടിമറി വിജയം നേടി. അതിന് പിന്നിലും വേണുഗോപാലിന്റെ ദീർഘവീക്ഷണമായിരുന്നുവെന്നും അവർ അവകാശപ്പെടുന്നു. സന്ദീപ് വാര്യർ, ടി.ഒ. മോഹനൻ, വിദ്യാ ബാലകൃഷ്ണൻ, വി.ടി. സൂരജ്, കെ.എം. അഭിജിത്ത്, കെ. ജയന്ത്, വി.എസ്. ജോയ്, എ.ഡി. തോമസ്, രമേശ് പിഷാരടി, സുമേഷ് അച്യുതൻ, രാജൻ പല്ലൻ, ഒ.ജെ. ജനീഷ്, മുഹമ്മദ് ഷിയാസ്, എം. ലിജു, രമ്യ ഹരിദാസ്, ദീപക് ജോയ് തുടങ്ങിയവരെല്ലാം എ.ഐ.സി.സിയുടെ നിർദ്ദേശമായിരുന്നു. ഇവരെല്ലാം വിജയിക്കുകയും ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഫ്ലെക്സ് യുദ്ധങ്ങൾ നടത്തുകയാണ്. നേതാക്കൾക്ക് വേണ്ടി ഗ്രൂപ്പ് തിരിഞ്ഞ് അവർ തെരുവിൽ പ്രകടനങ്ങളും നടത്തുന്നു. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന് വി.ഡി. സതീശൻ അനുകൂലികൾ ബോർഡ് വെക്കുന്നു. അത് വേണുഗോപാൽ അനുകൂലികൾ തകർക്കുന്നു. അതോടെ വേണുഗോപാലിന്റെ ബോർഡുകൾ മറുവിഭാഗവും തകർക്കുന്നു. ആ വിധത്തിൽ ചേരിപ്പോര് ശക്തമാവുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ പരിഗണിച്ചില്ലെങ്കിൽ മറ്റൊരു ഔദ്യോഗിക സ്ഥാനവും സ്വീകരിക്കില്ലെന്നും മന്ത്രിസഭയിൽ ചേരില്ലെന്നും വി.ഡി. സതീശൻ നിലപാട് കടുപ്പിച്ചതോടെ ഹൈക്കമാൻഡും പ്രതിസന്ധിയിലാണ്.
MLA-മാരിൽ ഭൂരിപക്ഷവും വേണുഗോപാലിനൊപ്പമെന്നാണ് KC വിഭാഗത്തിന്റെ അവകാശവാദം. എന്നാൽ ഘടകകക്ഷികളുടെ പിന്തുണ VD സതീശനാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. എന്നാൽ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് ഇടപെടേണ്ടതില്ല എന്ന വിമർശനവുമായി മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ സതീശന്റെ അവകാശവാദത്തെ തള്ളുകയാണ് K. സുധാകരൻ ചെയ്തത്. ഒരു സതീശനല്ല, അർഹതയുള്ള ഒട്ടേറെ സതീശന്മാർ കോൺഗ്രസിലുണ്ടെന്നാണ് സുധാകരൻ തുറന്നടിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ ഭൂരിഭാഗത്തിന്റെ പിന്തുണയിലും ഹൈക്കമാൻഡിലുള്ള സ്വാധീനത്തിലും KC വേണുഗോപാൽ പ്രതീക്ഷയർപ്പിക്കുമ്പോൾ ഘടകകക്ഷികളുടെ പിന്തുണയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്താമെന്ന ഉറപ്പിലാണ് VD സതീശൻ. ജനങ്ങൾ മൃഗീയ ഭൂരിപക്ഷം നൽകി അധികാരത്തിലേക്ക് എത്തിച്ചുവെങ്കിലും കോൺഗ്രസിലെ തമ്മിൽ തല്ല് ഇനിയും മാറുന്നില്ല. ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ഇതുവരെയും കഴിയാത്തത് കോൺഗ്രസിന്റെ വീഴ്ച തന്നെയാണെന്നത് പറയാതെ വയ്യ.